إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് അല്ലാഹുവിൻ്റെ നിയമ നിർദ്ദേശങ്ങൾ അനുസരിച്ച് തഖ്വയോടുകൂടെ ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് സാഹചര്യത്തിലും അല്ലാഹുവിൻ്റെ നിയമങ്ങൾക്ക് വിധേയരായി ജീവിക്കാൻ, ആ മാർഗത്തിലായിരിക്കെ മരണപ്പെടാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സമൂഹത്തിലെ ദരിദ്രരായ ആളുകളോട് നമ്മൾ സ്വീകരിക്കേണ്ട സമീപനത്തെക്കുറിച്ച് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയിൽ നിന്ന് 5 കാര്യങ്ങളാണ് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ പറഞ്ഞത്. അന്ന് പറയാൻ ബാക്കി വെച്ച അല്പം ചില കാര്യങ്ങൾ കൂടെ സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാനും അത് നല്ല രൂപത്തിൽ കേൾക്കാനും അത് നമ്മുടെ അമലിൽ കൊണ്ടുവരാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിലൊന്ന്, സഹോദരങ്ങളെ, മുജാലസത്തുൽ ഫുഖറാഇ വൽ ഖുർബു മിൻഹും വഅദമു തകബ്ബുരി അലൈഹിം. ദരിദ്രരായ ആളുകളുമായി കൂടിയിരിക്കുക, അവർക്ക് മേൽ അഹങ്കാരം കാണിക്കാതിരിക്കുക എന്നുള്ളതാണ്. മഹാനായ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, ഞങ്ങൾ 6 പേർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇരിക്കുന്ന സമയത്ത് മുശ്രിക്കുകളായ ആളുകൾ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ആ സദസ്സിലേക്ക് വന്നു. എന്നിട്ട് അവർ പറഞ്ഞു, ഉത്റുദ് ഹൗലാ ലാ യജ്തരിഊന അലൈനാ. ഈ ആളുകളെ ഇവിടെ നിന്ന് ആട്ടിപ്പായിക്കണം. ഈ ഇരിക്കുന്ന 6 ആളുകളെ മുഹമ്മദെ ആട്ടിപ്പായിക്കണം. ലാ യജ്തരിഊന അലൈനാ, ഞങ്ങളുടെ കൂടെ ഇരിക്കാൻ ഇവർ ധൈര്യം കാണിക്കുകയോ എന്ന രൂപത്തിൽ മുശ്രിക്കുകളായ ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിച്ചു. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാനുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉണ്ട്, അതുപോലെ തന്നെ ഹുദൈൽ ഗോത്രത്തിൽപ്പെട്ട ഒരാളുണ്ട്, അതുപോലെ തന്നെ ബിലാലുണ്ട്, പിന്നെ വേറെ 2 പേർ കൂടെയുണ്ട് എന്ന് മഹാനായ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിൽ തൽക്കാലത്തേക്ക് ഇവരെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് ഈ വന്ന ആളുകളോടൊന്ന് സംസാരിച്ചാലോ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിലൊന്ന് തോന്നിപ്പോയി. കാരണം ഈ മുശ്രിക്കുകളിലെ പ്രമുഖരായ ഈ ആളുകൾ അവർ ദീൻ സ്വീകരിക്കുകയാണെങ്കിൽ, അവർക്ക് അല്ലാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് മനസ്സിലാവുകയാണെങ്കിൽ ഒരുപാട് പേരിലേക്ക് ദീനെത്താൻ, അതുകൊണ്ട് വലിയ ഗുണങ്ങൾ, അതുകൊണ്ട് വലിയ ഗുണഫലങ്ങൾ അല്ലാഹുവിൻ്റെ ദീനിനുണ്ടാകും എന്ന നിലയിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൽക്കാലത്തേക്ക് ഈ ആളുകളെ ഒന്ന് മാറ്റി നിർത്തിയാലോ എന്ന് ആലോചിച്ചപ്പോഴേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ ആയത്ത് അവതരിപ്പിച്ചു. ولا تطرد الذين يدعون ربهم بالغداة والعشي يريدون وجهه. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വജ്ഹ് പ്രതീക്ഷിച്ച്, അല്ലാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് രാവിലെയും വൈകുന്നേരവും അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ ആട്ടിപ്പായിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപദേശിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് വലിയ മാതൃകയുണ്ട്. മറ്റൊന്ന് സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതത്തിലുള്ള മറ്റൊരു മാതൃക അസ്സുആലു അൻ അഹ്വാലിഹിം.
ദരിദ്രരായ ആളുകളെക്കുറിച്ച്, പാവപ്പെട്ടവരായ ആളുകളെക്കുറിച്ച് അന്വേഷിക്കൽ, അവരെക്കുറിച്ച് ചോദിക്കുക എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയാണ്. മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന മിസ്കീനതൻ മരിളത്, ഒരു പാവപ്പെട്ട സ്ത്രീ രോഗിയായി. ഫഉഖ്ബിറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിമറദിഹാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവരുടെ രോഗത്തെക്കുറിച്ച് വിവരം ലഭിച്ചു. സ്വഹാബത്ത് റസൂലിനോട് ഇന്ന സ്ത്രീ രോഗബാധിതയായിട്ടുണ്ട് എന്ന് പറഞ്ഞു. വകാന റസൂലുള്ളാഹ്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം, വകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഊദുൽ മസാകീൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിസ്കീനുകളായ ആളുകളെ സന്ദർശിച്ചിരുന്നു. വയസ്അലു അൻഹും, അവരെക്കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്വേഷിക്കാറുണ്ട്, അവരെക്കുറിച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കാറുണ്ട്. മഹാന്മാരായ സ്വഹാബത്ത് പറയുകയാണ്, അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ മിസ്കീനുകളായ ആളുകളെ സന്ദർശിക്കാറുണ്ട്, അവരുടെ അവസ്ഥയെക്കുറിച്ച് ചോദിക്കാറുണ്ട്. അങ്ങനെ ഈ രോഗശയ്യയിൽ കിടക്കുന്ന സ്ത്രീയെക്കുറിച്ച്, മരണാസന്നയായ സ്ത്രീയെക്കുറിച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിവരം ലഭിച്ചപ്പോൾ സ്വഹാബത്തിനോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആ സ്ത്രീ മരിക്കുകയാണെങ്കിൽ ആ വിവരം എനിക്കറിയിക്കണം. ഞാൻ മയ്യിത്ത് അവരുടെ മേൽ നമസ്കരിക്കാതെ അവരെ ഖബറടക്കാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ആ സ്ത്രീ ഒരു രാത്രിയാണ് മരിക്കുന്നത്. രാത്രി അള്ളാഹുവിന്റെ റസൂലിന്റെ ഉറക്കത്തിന് പ്രശ്നമാകേണ്ട എന്ന നിലയിൽ സ്വഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ വിവരം രാത്രി അറിയിച്ചില്ല. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ അള്ളാഹുവിന്റെ റസൂലിനോട് ഈ വിവരം സ്വഹാബത്ത് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് ചോദിച്ചു, എന്തേ നിങ്ങളോട് ഞാൻ എന്നോട് പറയണമെന്ന് പറഞ്ഞതല്ലേ? അവരുടെ വിവരം അങ്ങനെ സംഭവിച്ചാൽ എന്നോട് അറിയിക്കണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ? എന്തേ നിങ്ങൾ അറിയിച്ചില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് ചോദിക്കുകയും ആ സ്ത്രീയുടെ ഖബറിലേക്ക് പോവുകയും ഖബറിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മയ്യിത്ത് നമസ്കരിക്കുകയും അള്ളാഹുവിന്റെ റസൂലിന്റെ പുറകിൽ നിന്ന് മഹാന്മാരായ സ്വഹാബത്ത് സൊപ്പുകൊട്ടി നമസ്കരിക്കുകയും ചെയ്തു എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. സമൂഹത്തിൽ അവഗണിക്കപ്പെടുന്ന, സമൂഹത്തിൽ പരിഗണിക്കപ്പെടാത്ത മിസ്കീനത്തായ ഒരു സ്ത്രീയുടെ വിഷയത്തിൽ അവരെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കാര്യം എത്രമേൽ മനോഹരമായാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിഗണിച്ചിരുന്നത് എന്നത് ഈ ഹദീസിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. മാതൃകയുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുപോലെ തന്നെ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദരിദ്രരെ കുറിച്ച് അവരാണ് സ്വർഗത്തിൽ അധികമായുള്ളത് എന്ന് വിവരം അറിയിച്ചിരുന്നു എന്നുള്ളതാണ്. ഇമാം ബുഖാരിയും മുസ്ലിമും രേഖപ്പെടുത്തുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇത്തലഅതു ഫിൽ ജന്നഹ, ഞാൻ സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ ഫറഅയ്തു അക്സറ അഹ്ലിഹൽ ഫുഖറാ, ആ സ്വർഗത്തിലെ അധിക ആളുകളും ദരിദ്രന്മാരായ ആളുകളായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഈ ദുനിയാവിൽ കുറെ കഷ്ടതകൾ അനുഭവിച്ചെങ്കിൽ, ഈ ദുനിയാവിൽ പല പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, പട്ടിണി നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, എല്ലാവരും നല്ല വസ്ത്രം ധരിക്കുമ്പോൾ നല്ല വസ്ത്രം ധരിക്കാൻ ഇല്ലാത്ത അവസ്ഥ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, നല്ലൊരു വീട്ടിൽ കിടന്നുറങ്ങാനുള്ള അവസരം ലഭിക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ, മുഅ്മിനാണെങ്കിൽ, തൗഹീദുള്ളവരാണെങ്കിൽ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലായിട്ട് ജീവിച്ചവരാണെങ്കിൽ, സ്വാലിഹീങ്ങളാണെങ്കിൽ, ഇൻഷാ അല്ലാഹ് അതൊന്നും വെറുതെയാവുകയില്ല. അതൊന്നും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ അനുഭവിക്കുന്ന ഒരു ചെറിയ വിങ്ങൽ പോലും, നമ്മൾ അനുഭവിക്കുന്ന മാനസികമായ ചെറിയ സംഘർഷങ്ങൾ പോലും, നമ്മൾ അനുഭവിക്കുന്ന ചെറിയ വേദനകൾ പോലും, അതൊന്നും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വെറുതെയാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല യദാ സ്വർഗത്തിൽ സ്വർഗത്തിലുള്ള അധിക ആളുകളും ദരിദ്രന്മാരായ ആളുകളാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയിച്ചിരിക്കുന്നു. മറ്റൊന്ന് സഹോദരങ്ങളെ, അന്നഹിയു അൻ തജാഹുലിഹിം ഫിൽ വലാഇം, സദ്യകളിൽ, വിവാഹ സൽക്കാരങ്ങളിലൊക്കെ
ദരിദ്രരായ ആളുകളെ അവഗണിക്കുന്നതിനെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിലക്കിയിരിക്കുന്നു. ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയ ഹദീസിൽ കാണാൻ സാധിക്കും, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ശർറു തുആമി തുആമുൽ വലീമ, ഏറ്റവും മോശമായ ഭക്ഷണം അത് വിവാഹ സൽക്കാരത്തിന്റെ ഭക്ഷണമാണ്. യുദ്ആ ലഹൽ അഗ്നിയാ വയുത്രകുൽ ഫുഖറാ, ദരിദ്രരെ ഒഴിവാക്കിക്കൊണ്ട് സമ്പന്നരായ ആളുകളെ മാത്രം ക്ഷണിച്ചുകൊണ്ടുള്ള കല്യാണ സൽക്കാരങ്ങളിലെ ഭക്ഷണമാണ് ഏറ്റവും മോശമായ ഭക്ഷണമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു. സഹോദരങ്ങളെ, ചിന്തിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി അല്ലാഹുവിന്റെ റസൂലിന്റെ ഈ വാക്കുകളെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മറ്റൊന്ന് സഹോദരങ്ങളെ, നമ്മൾ ആഗ്രഹിക്കാത്ത, നമ്മൾ കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത ഭക്ഷണങ്ങൾ ദരിദ്രരായ ആളുകൾക്ക് കൊടുക്കുക എന്നത് അല്ലാഹുവിന്റെ ദീൻ അരുത് എന്ന് പഠിപ്പിച്ച കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ തുത്ഇമുൽ മസാകീന മിമ്മാ ലാ തഅകുലൂൻ, നിങ്ങൾ തിന്നാത്തത്, നിങ്ങൾ കഴിക്കാത്തത് പാവപ്പെട്ടവരായ ആളുകൾക്ക് നിങ്ങൾ നൽകാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു. പലപ്പോഴും ഈ കിറ്റുകളൊക്കെ കൊടുക്കുമ്പോൾ, ഭക്ഷണത്തിന്റെ കിറ്റൊക്കെ കൊടുക്കുമ്പോൾ പാവപ്പെട്ടവർക്കല്ലേ, അവർക്ക് എന്തെങ്കിലും കിട്ടിയാൽ അതായല്ലോ എന്ന നിലയിൽ ഇതെങ്കിലും കഴിക്കട്ടെ എന്ന രൂപത്തിലൊക്കെ നമ്മൾ കഴിക്കാത്തത്, നമുക്കിഷ്ടമില്ലാത്തത്, നമുക്ക് സുഖകരമായി തോന്നാത്തതൊക്കെ വാങ്ങിക്കൂട്ടി കൊടുക്കുക എന്നത് നിലവാരമില്ലാത്തത്, മോശമായതൊക്കെ വാങ്ങിക്കൊടുക്കുക എന്നതിന് അള്ളാഹുവിന്റെ ദീനിൽ മാതൃകയില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിലക്കിയ കാര്യമാണ്. നിങ്ങൾ കഴിക്കാത്തത് പാവപ്പെട്ട ആളുകൾക്ക് കഴിക്കാൻ കൊടുക്കരുത് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു. മറ്റൊന്ന് സഹോദരങ്ങളെ, പാവപ്പെട്ടവരായ ആളുകളെ, ദരിദ്രന്മാരായ ആളുകളെ അഭിമാനത്തോടുകൂടെ ജീവിക്കാൻ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി, അല്ലാഹുവാണ് സത്യം, ലഅൻ യഅഖുദ അഹദുകും ഹബ്ലഹ ഫയഹ്തതിബ അലാ ളഹ്രി, തന്റെ കയർ ഒരാൾ എടുത്തിട്ട് വിറക് ശേഖരിച്ച് അതിൽ കെട്ടിക്കൊണ്ട് തന്റെ മുതുകത്ത് ചുമന്നുകൊണ്ട് വരലാണ്. അങ്ങനെ സമ്പാദ്യം കണ്ടെത്തലാണ് മറ്റുള്ളവരോട് ചോദിക്കുന്നതിനേക്കാൾ ഖൈറായിട്ടുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അല്ലെ, വിറക് ശേഖരിച്ച് അത് വിറ്റാൽ വലിയ സമ്പാദ്യമൊന്നും അതുകൊണ്ടുണ്ടാവൂല, വലിയ അധ്വാനം വേണ്ടി വരുന്ന കാര്യമാണ്. പലപ്പോഴും ആളുകൾ നിസ്സാരമായി കാണുന്ന, ഒരൽപ്പം നിന്ദയോടുകൂടെയൊക്കെ കാണുന്ന ജോലിയാണത്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയും, അത് ചെയ്തിട്ടാണെങ്കിലും അവനവന്റെ ജീവിത വിഭവം ഒരിക്കലാണ് മറ്റുള്ള ആളുകളോട് ചോദിക്കുന്നതിനേക്കാൾ ഖൈറെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്. അപ്പോൾ കേവലം സ്വതക്ക കൊടുക്കൽ മാത്രമല്ല, കേവലം ഭക്ഷണം നൽകൽ മാത്രമല്ല, അഭിമാനത്തോടുകൂടെ ആളുകൾക്കിടയിൽ തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കാൻ പ്രേരിപ്പിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതൃകയിൽപ്പെട്ട കാര്യമാണ്. അൽഹംദുലില്ലാഹി അല്ലദീ നസറ അബ്ദഹു വഅയ്യദ ജുൻദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി അൽമൂഫീന അഹ്ദഹു. മറ്റൊന്ന് സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാവപ്പെട്ടവരോട് സ്നേഹമുണ്ടാകാൻ തന്റെ സ്വഹാബത്തിനോട് കൽപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. പാവപ്പെട്ടവരെ സഹായിക്കാൻ പറയുന്നതിലുപരി പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അതിലൊക്കെ ഉപരിയായി സഹോദരങ്ങളെ, പാവപ്പെട്ടവരെ സ്നേഹിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്വഹാബത്തിനോട് കൽപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. മഹാനായ അബൂ ദർ റളിയല്ലാഹു അൻഹു പറയുന്നു, അമറനി ഖലീലി ബിസബ്ഇൻ, എന്റെ കൂട്ടുകാരൻ എന്നോട് 7 കാര്യങ്ങൾ കൽപ്പിച്ചു. മഹാനായ അബൂ ദർ റളിയല്ലാഹു അൻഹുവിന്റെ ആ പ്രയോഗം നോക്കൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർക്കുണ്ടായിരുന്ന അടുപ്പമാണത്. എന്റെ കൂട്ടുകാരൻ എന്നോട് 7 കാര്യങ്ങൾ കൽപ്പിച്ചു. എന്നിട്ട് ആ 7 കാര്യങ്ങൾ എണ്ണി പറഞ്ഞപ്പോൾ അതിൽ ഒന്ന് പറഞ്ഞത്, അമറനി ബിഹുബ്ബിൽ മസാകീൻ വദ്ദുനുവ്വി മിൻഹും, പാവപ്പെട്ടവരെ സ്നേഹിക്കാനും അവരോട് ചേർന്ന് നിൽക്കാനും
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് കൽപ്പിച്ചു എന്ന് മഹാനായ അബൂ ദർ റളിയല്ലാഹു അൻഹു നമുക്ക് അറിയിച്ചു തരികയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ദുആയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ചിരുന്ന ദുആയിലുള്ള കാര്യമാണ് ഹുബ്ബുൽ മസാക്കീൻ, പാവപ്പെട്ടവരോടുള്ള സ്നേഹം, പാവപ്പെട്ടവരെ സ്നേഹിക്കാനുള്ള മനസ്സ് എനിക്ക് നൽകണമേ എന്ന രൂപത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തിരുന്നു എന്നുള്ളതാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് മാതൃകയുണ്ട്. മറ്റൊന്ന് സഹോദരങ്ങൾ, അള്ളാഹുവിൻ്റെ റസൂൽ കാണിച്ച മറ്റൊരു മാതൃക ഈ വിഷയത്തിൽ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെയുള്ള പ്രയാസഘട്ടങ്ങളിൽ എങ്ങനെ ക്ഷമയോടുകൂടെ നിലകൊള്ളണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതം കൊണ്ട് മാതൃക കാണിച്ചു എന്നുള്ളതാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെക്കുറിച്ച് കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ പറഞ്ഞിരുന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വിശപ്പ് കൊണ്ട് വയറിൽ കല്ല് വെച്ച് കെട്ടിക്കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശപ്പിനെ അതിജീവിക്കാൻ പരിശ്രമിച്ചത് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വിശപ്പ് കൊണ്ട് രാത്രിയിൽ കിടക്കാൻ സാധിക്കാതെ പുറത്തേക്കിറങ്ങുന്ന റസൂലിനെ കുറിച്ച് ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമ്മൾ വായിച്ചവരാണ്, കേട്ടവരാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിൽ വലിയ ത്യാഗങ്ങളും വലിയ പ്രയാസങ്ങളും അനുഭവിച്ചിട്ടുണ്ട്. അവിടുത്തെ ജീവിതം കൊണ്ട് ഇത്തരം പ്രയാസങ്ങൾ വരുമ്പോൾ പാവപ്പെട്ടവരായ ആളുകൾ, ബുദ്ധിമുട്ടുന്ന ആളുകൾ പ്രയാസഘട്ടങ്ങളിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജീവിതം കൊണ്ട് നമുക്ക് മാതൃക കാണിച്ചു എന്നുള്ളതാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മഹാസിനുകളിൽപ്പെട്ട, അള്ളാഹുവിൻ്റെ ദീൻ പഠിപ്പിക്കുന്ന മനോഹരമായ സ്വഭാവങ്ങളാണ് ഈ ഖുത്ബയിലും കഴിഞ്ഞ ഖുത്ബയിലുമെല്ലാം നമ്മൾ സംസാരിച്ചത്. ഏത് ദർശനത്തിനും ഏത് മതത്തിനാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനുഷ്യരുടെ സമൂഹത്തിൻ്റെ ഓരോ വിഷയങ്ങളിലും ഇടപെട്ടു കൃത്യവും നിയതവും മനോഹരവും പ്രായോഗികവുമായ ഇത്തരം മനോഹരമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കാനുള്ളത് അല്ലാഹുവിൻ്റെ ദീനാണ്. മനുഷ്യന്മാർ പടച്ചുണ്ടാക്കിയ, ആർക്കെങ്കിലും അവരുടെ തോന്നലിൻ്റെ അടിസ്ഥാനത്തിൽ നിർമ്മിച്ചുണ്ടാക്കിയ ദീനല്ല. ഏതെങ്കിലുമൊക്കെ മരത്തിൻ്റെ താഴെ ലഹരി ഉപയോഗിച്ചിരുന്നപ്പോൾ അവരുടെ മനസ്സിൽ ഉരുവം കൊണ്ട ആശയമല്ല അല്ലാഹുവിൻ്റെ ദീൻ. അല്ലാഹുവിൻ്റെ ദീൻ അത് അല്ലാഹുവിൻ്റെ ദീനാണ്. മനുഷ്യരെ പടച്ച, ഈ ലോകത്തെ പടച്ച, ഈ പ്രപഞ്ചത്തെ പടച്ച, അതിനെ നിയന്ത്രിക്കുന്ന, അതിലെ സകല ചരാചരങ്ങളെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനാണിത്. അതുകൊണ്ടാണ് ഈ ദീൻ അത്രയും മനോഹരമായത്. അതുകൊണ്ടാണ് ആ ദീനിന്റെ നിയമങ്ങൾ അത്രയും പ്രായോഗികമായത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദീനിൽ നിലകൊള്ളാൻ, ഈ ദീനിന്റെ ചെറുതും വലുതുമായ ഓരോ നിർദ്ദേശങ്ങളെയും വിലയോടുകൂടെ കാണുവാൻ, ജീവിതത്തിലേക്ക് പകർത്തുവാൻ, ജീവിതത്തിലേക്ക് ചേർത്തു പിടിക്കുവാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിക്കുന്ന കാലമത്രയും ഇസ്സത്തോടെ, അഭിമാനത്തോടുകൂടെ അല്ലാഹുവിൻ്റെ ദീനിൻ്റെ തൗഹീദിനെ, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തിനെ മുറുകെ പിടിച്ച് ജീവിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ ദീനിൻ്റെ ശത്രുക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പരാജയവും നിന്ദ്യതയും പ്രദാനം ചെയ്യുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്.